ഈ തിരുവനന്തപുരത്തിൻ്റെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെയും ചരിത്രത്തിലാദ്യമായി ക്രിസ്മസിനോടനുബന്ധിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന എല്ലാ സഭകളും മറ്റ് മതത്തിൻ്റെ ചില മേഖലയിലുള്ള ആത്മീയ കൂട്ടായ്മകളും ചേർന്നിട്ടാണ് ഡിസംബർ മാസം 21 മുതൽ ജനുവരി മാസം 1 വരെ ഇതേ കോമ്പൗണ്ടിലുള്ള ഫ്രണ്ടിലുള്ള ഏകദേശം 5 ഏക്കർ വരുന്ന സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിലൊരു കാർണിവൽ ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്ന പേരിൽ അത് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ഓണം വാരാഘോഷം പോലെ നടത്താനുള്ളൊരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണിത് അവതരിപ്പിക്കുന്നത്. ഇത് ആക്സ് എന്ന് പറയുന്ന ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ACTS ആക്സും അതുപോലെ തന്നെ CSI ദക്ഷിണ കേരള മഹാ ഇടവകയുമാണ് പ്രധാനമായും ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. കേരള ടൂറിസം വകുപ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, അവരുടെയും കൂടെ അസോസിയേറ്റഡ് ആയിട്ടാണ് നടത്തുന്നത്. പിന്നീട് ശാന്തിഗിരി ആശ്രമം, തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ്, ഇവരാണ് നമ്മുടെ അസോസിയേറ്റ് ആയിട്ട് ചേരുന്ന ക്രൈസ്തവേതര സംഘടനകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റ് സാമൂഹിക സംഘടനകളൊക്കെ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രോഗ്രാംസിൻ്റെ ഒരു കോർഡിനേഷൻ ചെയ്യുന്നത് ബഹുമാന്യനായ ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ പ്രിയപ്പെട്ട സുരേഷ് സാറാണ്. ഇതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ ക്രോഡീകരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഈ മേഖലയിലുള്ള പല ആളുകളും ഇതിനകത്ത് പങ്കാളികളാകുന്നുണ്ട്. ഏകദേശം 200ഓളം വരുന്ന ഒരു സ്വാഗത സംഘ കമ്മിറ്റിയാണ് ഇത് നടത്തുന്നത്. ഇത് 10 ദിവസം നടക്കുന്ന പരിപാടിയിൽ പ്രധാനമായും എക്സിബിഷനും സ്റ്റേജ് ഷോയുമാണ്. പിന്നീട് ഉദ്ഘാടനവും സമാപനവും ഒരു മാനവ മൈത്രി സമ്മേളനം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാനവ മൈത്രി സമ്മേളനം, അതിനെക്കുറിച്ചും എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയും. അതിനെ സംബന്ധിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രഡക്ഷൻ പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ, അത് മാത്രമേ ഞാനിപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ, ക്രിസ്മസ് ട്രീ 120 അടി 12 നില കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലുള്ള, നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും കണ്ടു കാണും. അതിൻ്റെ സ്ട്രക്ചർ വർക്ക്, സ്കെൽട്ടൺ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 ദിവസത്തിനകം അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കടന്നു വരും. അപ്പോൾ അത് ഇന്ന് വരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, ഏഷ്യൻ രാജ്യങ്ങളിലും ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ആയിരിക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റീൽസിൻ്റെ കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ്, നമ്മളൊരു 1500ഓളം ബേഡ്സ് ഉള്ള ഒരു ബേഡ്സ് പാർക്ക് അല്ലെങ്കിൽ ബേഡ്സിൻ്റെ ഒരു എക്സിബിഷനുണ്ട്. അതിൽ സെൽഫി എടുക്കാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ബേഡുകളുണ്ട്. ഒട്ടകപക്ഷി സ്പെഷ്യലായിട്ട് വളർത്തുന്ന 2-3 ഒട്ടകപക്ഷികളുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗം. പിന്നെ കുട്ടികളുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ കുടുംബശ്രീയുടെ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ഫുഡുകളെ പരിചയപ്പെടുത്തുന്ന നാടൻ ഫുഡുകളെയും പിന്നെ ന്യൂ ജനറേഷൻ ഫുഡുകളെയും പരിചയപ്പെടുത്തുന്ന ഫുഡ് കോർട്ട്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 10:30 വരെ സ്റ്റേജ് ഷോയാണ്. പ്രൊഫഷണൽ ഷോയുണ്ട്, കുട്ടികളുടെയും പള്ളികളുടെയും കല. തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമാക്കി മാറണമെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകും. ഇത് ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷവും ഈ നഗരിയിൽ ഈ ട്രിവാൻഡ്രം ഫെസ്റ്റ് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം നൽകിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലായിരുന്നപ്പോൾ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരുമായുള്ള അത്തരം ഒരു സഹകരണം ഈ വർഷം നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വർഷം മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ഈ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി ഓണം എങ്ങനെ ആഘോഷിക്കുന്നു അനന്തപുരിയിൽ, അതുപോലെ തന്നെ ഈ പുതുവർഷവും ക്രിസ്മസും അതേ നിലയിലേക്ക് വലിയൊരു ഉത്സവമാക്കി നഗരത്തിൻ്റെ മേളയാക്കി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 20-ാം തീയതി വൈകുന്നേരം ഇതിൻ്റെ ഈ നക്ഷത്ര വിളക്കുകളും നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെയൊക്കെ ലൈറ്റ് ഷോൺ കർമ്മമുണ്ട്. വൈകിട്ട് 6 മണിക്കാണ്. 21-ാം തീയതിയാണ് ഉദ്ഘാടന സമ്മേളനം. അതിനുശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ, മന്ത്രിമാരോ സാമൂഹ്യ രംഗത്തുള്ള പ്രൊഫഷണലുകളോ വിവിധ സഭകളുടെ ഉന്നതരായ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു സന്ദേശം
അല്ലെങ്കിൽ ഒരു ചെറിയൊരു മീറ്റിംഗ് എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. അതുപോലെ ഈ 6 മണി മുതൽ എല്ലാ ദിവസങ്ങളിലും വിവിധ ചർച്ചുകളുടെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും കലാപരിപാടികൾ ഉണ്ടാവും. അതിനുശേഷം ഈ സമ്മേളനം നടന്നിട്ട് ഈ പ്രൊഫഷണൽ രംഗത്തുള്ള പ്രധാനപ്പെട്ട കലാകാരന്മാർ സന്ദേശം ആ മീറ്റിംഗ് 6 മണിക്കൂർ, അതിനുശേഷമാണ് ഈ പ്രധാനപ്പെട്ട കലാകാരന്മാർ അവരുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളുണ്ടാവും. ഈ 3 മണി മുതൽ 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവേശനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം പകൽ സമയത്ത് നല്ല വെയിലായിരിക്കും. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേന് ആളുകൾക്ക് വലിയ വെയിലൊന്നും നിൽക്കാതെ നല്ല അന്തരീക്ഷമുള്ള ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പം സ്വസ്ഥമായി വന്ന് ഒരു 6-7 മണിക്കൂർ ചെലവഴിക്കാനുള്ള ഒരു സംവിധാനം എന്നാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാ തരത്തിലും ആളുകൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന വലിയൊരു സന്ദേശം ഇന്നാണ് എത്തിക്കുന്നത്. അതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രമായ ഒരു ആഘോഷം എന്ന നിലയിലല്ല ഞങ്ങൾ കാണുന്നത്. ഈ നാട്ടിലെ എല്ലാ ക്രൈസ്തവ ഇതര ആത്മീയ പ്രസ്ഥാനങ്ങളും മറ്റ് സാമൂഹിക പ്രസ്ഥാനങ്ങളും അവരെല്ലാം ഒരുമിച്ചുകൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സാജൻ അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമിജി ഉൾപ്പെടെ പാളയം ഇമാമടക്കം മറ്റ് നിരവധി ഇതര സാമൂഹിക പ്രസ്ഥാനങ്ങൾ അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ മേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി അത് മാറ്റുവാൻ നിങ്ങളുടെ എല്ലാം സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. CSI ദക്ഷിണേന്ത്യ മഹായിടവക 1959 ആരംഭിച്ചതാണ്. 1959 ഈ മഹായിടവ രൂപപ്പെടുന്നത്. പക്ഷേ ഈ സഭയുടെ ചരിത്രം 1806 തുടങ്ങുകയാണ്. LMS മിഷണറിമാരിവിടെ വന്ന് അവിടെ സേവനം തുടങ്ങുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരത്താണ്. അവർ തുടങ്ങിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആതുര സേവന പ്രവർത്തനങ്ങളൊക്കെ ഇന്നും സഭ വളരെ കാര്യക്ഷമമായി സമൂഹത്തിൽ നടത്തപ്പെടും. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ മഹായിടവയിൽ 3.5 ലക്ഷത്തോളം കുടുംബമുണ്ട്. 10 ലക്ഷത്തോളം ആളുകളുള്ള ഒരു സഭയാണ്. 650 പരം ചർച്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏകദേശം 675ഓളം വൈദികരും സഭാ ശുശ്രൂഷ അടങ്ങുന്ന ഒരു മഹത്തായ സഭയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ജനസംഖ്യ കൊണ്ടും സേവനം കൊണ്ടും ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സഭയാണ് CSI സഭ. അത് LMS പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ ഭാഗമായി 1806 ആരംഭിച്ച സുവിശേഷ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഒരു സഭയാണ് ഈ സഭ. പ്രത്യേകിച്ച് കഴിഞ്ഞ 25 വർഷത്തിലേറെ നമ്മുടെ സഭ ക്രിസ്മസ് ആഘോഷം, പ്രത്യേകിച്ച് തിരുവനന്തപുരം പട്ടണത്തിൽ ഏറ്റവും നന്നായി ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് CSI ദക്ഷിണേന്ത്യ മഹായിടവയാണ്. മഹായിടവ സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ സാറാണ്. അപ്പോൾ കഴിഞ്ഞ 25 വർഷത്തിലേറെ വളരെ ഭംഗിയായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത് നമ്മുടെ LMS കോമ്പൗണ്ടാണ്, നമ്മുടെ സഭയാണ്. ഇപ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രം ബെസ്റ്റ് എന്ന പേരിലാണ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവ മാത്രമല്ല, മഹായിടവയ്ക്ക് അഭ്യുദയകാംക്ഷികളായ നിരവധി മതപ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യമുള്ള ട്രിവാൻഡ്രം ബെസ്റ്റ് എന്ന പേരിൽ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ കേട്ടതുപോലെ 12 ദിവസത്തെ പ്രോഗ്രാമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 21 മുതൽ 1-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. ഓരോ ദിവസവും സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്. രാഷ്ട്രീയ സാമൂഹിക മതമേഖലകളിൽ പ്രഗത്ഭരായ ആളുകളാണ് വേദി പങ്കുവയ്ക്കുന്നത്. 7 മണി മുതൽ 7:30 വരെയുള്ള സമയത്താണ് ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഗാ ആഘോഷ പരിപാടികളാണ് ക്യാമ്പസിൽ അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതിലെല്ലാവരും അണിചേരുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക കേരളത്തിൻ്റെ ആ മഹത്വത്തെ വാനോളം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു മഹനീയമായ ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണം. ഈ ദിവസം നടക്കുന്ന ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ
പൊതുസമൂഹത്തിന് എത്തിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അതിൽ നിങ്ങളുടേതായ പ്രാർത്ഥന നിർഭരമായ പിന്തുണയും പ്രോത്സാഹനം നൽകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ എല്ലാ ഡിനോമിനേഷനുകളിലും, അതായത് RC ആവട്ടെ, LC ആവട്ടെ, ബന്ധക്കോസ്ത് ആവട്ടെ, എല്ലാ ഭാരതത്തിൻ്റെ എല്ലാ രൂപതകൾ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സഭകളും ഏറ്റവും കൂടുതലും ജനസംഖ്യയുള്ള ഒരു മഹാസഭയാണ് ദക്ഷിണ കേരള മഹായിടവക. തെക്കൻ കേരളത്തിൽ പാറശാല മുതൽ വിതിര, കഴക്കൂട്ടം, കാഞ്ഞിരംകുളം ഇങ്ങനെ ചുറ്റി തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെ 652 സഭയും ഏകദേശം 9,60,000 ജനസംഖ്യയുമുള്ള ഒരു മഹാസഭയാണ് ദക്ഷിണ കേരള മഹായിടവക. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം 17.5 ഏക്കറിലാണ് ദക്ഷിണ കേരള മഹായിടവകയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് അഭിമാനം എന്നോണം ഈ 17.5 ഏക്കർ സ്വത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഘോഷിപ്പിക്കപ്പെടുന്ന നാളുകളാണ് 21 ഡിസംബർ മുതൽ 1-ാം തീയതി വരെ ആചരിക്കപ്പെടുന്നത്, ആഘോഷിക്കപ്പെടുന്നത് എന്ന് വളരെ സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി, ഓരോ ഭവനത്തിലും യേശുക്രിസ്തു പുതുതായി ജനിച്ച് ക്രിസ്മസ് എത്തിച്ചേരുവാനുള്ള പ്രഘോഷണം അറിയിക്കുക എന്ന ദൗത്യത്തോടൊപ്പം എല്ലാവരുടെയും ഒരു കൂടിവരവ്, മതസൗഹാർദ്ദ കൂടിവരവ് ഈ മഹായിടവക ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് എല്ലാ മതവിഭാഗങ്ങളുമായി ക്രൈസ്തവ സംഘടനയായ ആക്സോട് കൂടി ചേർന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി സമർപ്പണത്തിൻ്റെ ഒരു മനോഭാവത്തോടുകൂടി, സ്നേഹത്തിൻ്റെ അർപ്പണത്തോടുകൂടി, അനുസരണയുടെ മനോഭാവം അറിയിക്കുന്നതിലേക്ക് വേണ്ടി, ക്രിസ്മസ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ദക്ഷിണ കേരള മഹായിടവകയുടെ നേതൃത്വത്തിൽ ഇന്നാളുകളിൽ നടന്നു വരുന്നത്. അതിലേക്ക് വേണ്ടി തെക്കൻ കേരളത്തിലെ എല്ലാ മതത്തിലുള്ളവരെയും ദക്ഷിണ കേരള മഹായിടവകയിലേക്ക് ക്ഷണിച്ചു.